നമസ്കാരം. ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ഹിസ്ബുള്ള ഇപ്പോഴും പടപടാന്ന് അടികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഹിസ്ബുള്ള കൃത്യമായിട്ട് പ്ലാൻ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇസ്രായേൽ സേനയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ഹിസ്ബുള്ളയ്ക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കയ്യിലുള്ള തുരുമ്പെടുത്ത ആയുധങ്ങൾ കൊണ്ട് ഇവന്മാരെ നേരിടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഹിസ്ബുള്ള വെടികൊള്ളും മുമ്പേ തിരിഞ്ഞോടാനുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഒരു നേർക്കുനേർ യുദ്ധം എന്നതിലുപരി ഗറില്ല വാറിലാണ് ഹിസ്ബുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഹിസ്ബുള്ള ഇപ്പോൾ ആക്രമണം നടത്തുന്നത് ലെബനനിലെ പള്ളികളിൽ നിന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ ലെബനനിലെ പള്ളികൾ, അതായത് മസ്ജിദുകൾ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പള്ളിക്കകത്ത് ആയുധങ്ങൾ ഒളിപ്പിക്കുക, പള്ളിക്കകത്ത് കയറി ഒളിക്കുക, പള്ളിക്കകത്ത് നിന്ന് മെസ്സേജ് തൊടുത്തുവിടുക, ഇങ്ങനെയുള്ള പല കലാപരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇസ്രായേലിൻ്റെ മുമ്പിൽ വിലപ്പോകില്ല. വിശുദ്ധമാണെന്ന് കരുതി പള്ളിക്കകത്ത് കയറി ഇരുന്നാലൊന്നും ഇസ്രായേൽ വിടില്ല. ആ പള്ളി അടക്കം, അതായത് ആ മസ്ജിദ് അടക്കം ഇസ്രായേൽ ബോംബിട്ട് തകർക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ജഫയിൽ മസ്ജിദുകളെല്ലാം ഇസ്രായേൽ തകർത്തു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഹിസ്ബുള്ള ഇത്തരത്തിലൊരു ആക്രമണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായ ഒരു കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഗലീലി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഈ ഗലീലി എന്ന് പറയുന്ന പ്രദേശം പണ്ട് ഉമാർക്ക് മറ്റേ കൊഴുപ്പ് മൂത്ത് ഇസ്രായേലുമായിട്ട് അടികൂടാൻ പോയപ്പോൾ ഇസ്രായേൽ ഉമാരുടെ ഭാഗത്ത് നിന്നും പിടിച്ചെടുത്ത ഒരു പ്രദേശമാണ് ഈ ഗലീലി എന്ന് പറയുന്ന ഒരു പ്രദേശം. അങ്ങനെ പിടിച്ചെടുത്ത ഒരു പ്രദേശത്ത് ഇസ്രായേലിന് നേരെ യവന്മാർ ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന മെസ്സേജ് തൊടുത്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെ തൊടുത്ത് വിട്ടപ്പോൾ രണ്ട് ഇസ്രായേലി പട്ടാളക്കാരും മരണമടഞ്ഞു. അങ്ങനെ രണ്ട് ഇസ്രായേലി പട്ടാളക്കാരും മരണമടഞ്ഞപ്പോൾ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ഒരു പട്ടാളക്കാരൻ മരണമടഞ്ഞാൽ പോലും ഇസ്രായേൽ അതിക്രൂരമായി അതിഭീകരമായിട്ട് തിരിച്ചടിക്കും, പ്രതികാരം ചെയ്യും എന്നുള്ള കാര്യം. കാരണം ജൂതന്മാരിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ പോലും ഇസ്രായേലിനോ അവിടുത്തെ ജനങ്ങൾക്കോ അത് സഹിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഇസ്രായേലിലെ രണ്ട് പട്ടാളക്കാർ മരണപ്പെട്ടപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി കണ്ടത് ബെയ്റൂട്ട് നഗരം ഒരു തീഗോളമായി മാറുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം രാത്രി മാത്രം 37 ഹിസ്ബുള്ള ഭീകരയാണ് കഴിഞ്ഞ ദിവസം അവിടെ ഇസ്രായേൽ വെട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേൽ അവന്മാരെ എല്ലാം കാലപുരിക്ക് അയച്ചു കഴിഞ്ഞു. ഈ 37 ഭീകരന്മാരെ കാലപുരിക്ക് അഴിച്ചു എന്ന് പറയുമ്പോൾ ഇക്കൂട്ടത്തിൽ ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ കമാൻഡർ ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഈ തിങ്കളാഴ്ച മുതൽ ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തുന്ന ആക്രമണത്തിൽ 250-ലേറെ ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് യൂത്തികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൃമിയിടികളവും. അങ്ങനെ യവന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് കൃമിയിടികളവുമ്പോൾ യവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മെസ്സേജ് അയക്കും. പക്ഷേ യവന്മാർ ഈ കൃമിയുടെ ഇളവിൽ മെസ്സേജ് അയച്ചത് അമേരിക്കയുടെ പടക്കപ്പലിൻ്റെ മണ്ടയിലാണ്. അമേരിക്കയുടെ പടക്കപ്പലിൻ്റെ മണ്ടയിൽ ഇവന്മാർ മെസ്സേജ് അയച്ചതും അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്കയ്ക്ക് നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ തടുക്കാൻ. എല്ലാം അമേരിക്ക തടുത്ത് പണ്ടാരമടക്കി. അതിനുശേഷം അമേരിക്ക ബ്രിട്ടന്റെ സഹായത്തോടു കൂടി ഹൂത്തി വിമതന്മാരുടെ അണ്ടം വലിച്ച് കയറുന്ന കാഴ്ചയാണ്, മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പോരാത്തതിന് ഇസ്രായേലിന് അമേരിക്ക ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ആക്രമിച്ചോ, നിങ്ങൾ എവിടെ വേണോ ആക്രമിച്ചോ, പക്ഷേ ആക്രമിക്കുമ്പം എണ്ണക്കിണറുകളിലും ആണവ പ്ലാന്റുകളിലും മാത്രം ആക്രമിക്കരുത്. കാരണം എണ്ണക്കിണറുകളിലൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ ലോകത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ് ഉണ്ടാകും. അങ്ങനെ എക്കണോമിക് ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അമേരിക്കയും പെട്ടുപോകും എന്നുള്ളത് വേറൊരു കാര്യമാണ്. പിന്നെ എണ്ണക്കിണറിലൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് എണ്ണ പിണ്ണാക്കുമൊക്കെ പല സ്ഥലത്തോട്ടും പോണത് എന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ട് അങ്ങോട്ട് ആക്രമിക്കരുത്, നിങ്ങൾ ആക്രമിച്ചോ എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്ക നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഇനി ഇറങ്ങുമോ പശ്ചിമേഷ്യയിൽ എന്നും കണ്ടു തന്നെ അറിയേണ്ട ഒരു കാഴ്ചയാണ്. ഇതിനിടയിൽ നമ്മുടെ ഇന്ത്യ ഇസ്രായേലിനെ ഒന്ന് മെരുക്കാനായിട്ട് നമ്മുടെ ഒരു 3 പടക്കപ്പൽ ഞങ്ങൾ ചുമ്മാ സൈനിക സമുദ്രത്തിൽ ഒരു പഠനത്തിനും ഒരു പര്യവേഷണത്തിനും പിന്നെ നമ്മളും ഇസ്രായേലും തമ്മിലുള്ള ഒരു ടൈപ്പ് സ്ട്രോങ് ആക്കാനുള്ള ഒരു സൈനിക അഭ്യാസത്തിനും വേണ്ടി വരികയാണ്. പെരകത്തുമ്പോൾ തന്നെ വാഴ വെട്ടണം എന്നായിരിക്കും ഇസ്രായേൽ അപ്പം പറഞ്ഞത്. ഇന്ത്യ അങ്ങോട്ട് പടക്കപ്പൽ അയച്ചിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആ പടക്കപ്പൽ അവിടെ കിടന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇസ്രായേൽ ആക്രമിക്കില്ല എന്ന് ഇറാന് നല്ലതുപോലെ അറിയാം. ഇന്ത്യയും അത് തന്നെയായിരിക്കണം ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ ഇസ്രായേൽ അവിടെ തുരുതുര ആക്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഇന്ത്യക്കാരെ മുഴുവൻ ഒഴിപ്പിക്കുന്നതിനായിരിക്കാം ചിലപ്പോൾ ആ പടക്കപ്പൽ അവിടെ വച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഹൂതി വിമതന്മാരെ കൊണ്ട് നമുക്കും വലിയ ശല്യമാണ്. കാരണം നമ്മുടെ കപ്പലും അതുവഴിയൊക്കെ കടന്നു പോകുന്നുണ്ടല്ലോ. അങ്ങനെ കടന്നു പോകുമ്പോൾ ഇവന്മാരെ ഒതുക്കാനും ഇന്ത്യയുടെ ആ പടക്കപ്പൽ ഉപയോഗിക്കാം എന്നുള്ളത് വേറൊരു കാര്യമാണ്.
അപ്പോൾ ലബനനിൽ ഇസ്രായേൽ ആക്രമണം കനപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി എത്തുന്നതിന് മണിക്കൂറുകൾ മുമ്പ് ബെയ്റൂട്ടിൽ വിമാനത്താവളത്തിന് സമീപം സ്ഫോടനം നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മാത്രം 37 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. ലബനനും സിറിയയ്ക്കുമിടെയുള്ള റോഡ് മെസ്റ്റ ക്രോസിംഗ് എന്നാണ് പറയുന്നത്, അതിനെ തകർത്തു. ഇവിടെ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ അറ തകർത്തത് ഇസ്രായേലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയ ഹിസ്ബുള്ള റോക്കറ്റുകളും തകർത്തിട്ടുണ്ട്. 30 തെക്കൻ ലബനീസ് ഗ്രാമങ്ങളിൽ നിന്നും ജനം ഒഴിയാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാമങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് പറയുന്നു. വെസ്റ്റ് ബാങ്കിലെ തുൽക്കാറമിൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. 18 മരണം അതിലുണ്ടായിട്ടുണ്ട്. ഹമാസിന്റെ പ്രാദേശിക തലവനെ വധിച്ചിട്ടുണ്ട്. ഗോലാൻ ഹൈറ്റ്സിലെ സൈനിക ബേസിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 2 ഇസ്രായേലി സൈനികർ മരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. 24 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ പിന്തുണയുള്ള ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എല്ലാവന്മാർക്കും ഇറാന്റെ പിന്തുണയുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇറാൻ ഇനി എന്ത് തരത്തിലുള്ള ആക്രമണമാണ് നേരിടാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അയത്തുള്ള ഖമനേയി പുറത്ത് വന്നിട്ട് ഞാൻ അടിയുള്ള റെഡിയാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രസംഗം നടത്തിയത്. അതായത് ഇത് ചെറുത്, ഇനിയും ഇറാൻ തിരിച്ചടിക്കും. ഇറാൻ്റെ അടി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് താങ്ങാൻ പറ്റില്ല എന്നാണ് അയത്തുള്ള ഖമനേയി പറഞ്ഞത്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, തൊട്ടടുത്ത് നിൽക്കുന്ന മൊസാദിൻ്റെ ചാരനായിരിക്കും, ഒറ്റ കുത്തു വെച്ച് കൊടുത്താൽ അവിടെ കിടക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പുറത്ത് പെഷസ്കിയ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ എങ്ങനെയെങ്കിലും യുദ്ധം ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ മതം തലയ്ക്ക് പിടിച്ച ഈ വേട്ടാവളിയും വെളിയിൽ വന്ന് പറയുന്നത് നമ്മളടിക്കും, നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളെന്നൊക്കെ പറഞ്ഞാൽ പൊങ്ങും മുമ്പേ പൊട്ടും, അങ്ങനത്തെ ആയുധങ്ങളാണ് നമ്മളെ കയ്യിലിരിക്കുന്നത് എന്നൊക്കെയായിരിക്കും യവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെന്തിനാണ് അവൻ പറയുന്നത് എന്നുള്ളത്, പാണ്ടിലോറിയുടെ ഫണ്ടിൽ തവള മസിൽ പിടിച്ച് നിൽക്കും പോലെ പറയുന്നത് എന്താണ് എന്നുള്ള ആ ഒരു അങ്കലാപ്പിലാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള ഭരണകൂടം എന്നുള്ളത്. എന്തായാലും അവിടെയുള്ള സിവിലിയൻസിന് ഇവൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമോ. ഇവൻ ഇരിക്കുമ്പോഴാണ് അവിടെ ഹിജാബ് പ്രതിഷേധമൊക്കെ വന്നത്. ആ ഹിജാബ് പ്രതിഷേധമൊക്കെ അവിടെ വന്ന് അവിടെയുള്ള ഒരു സ്ത്രീയെ പച്ചയ്ക്ക് കല്ലെറിഞ്ഞു കൊന്ന് കത്തിച്ചത്, അതിൻ്റെ പേരിൽ ഹിജാബ് അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ ഊരിക്കളഞ്ഞ് പ്രതിഷേധിച്ചത്, അതെല്ലാം ഇവൻ ഇരിക്കുമ്പോഴാണ്. ഇവനാണ് അതിൻ്റെ പിന്നിൽ, കഞ്ഞം തിരിവിൻ്റെ അങ്ങേ അറ്റമാണ്. അങ്ങനെ ഈ മതം തലയ്ക്ക് പിടിച്ച സാധനം ഇസ്രായേലിനെ പേടിച്ച് ബങ്കറിനകത്തിരിക്കുകയായിരുന്നു. ആ ബങ്കറിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി വന്ന് വലിയ ആഹ്വാനങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ച് ബങ്കറിൽ തന്നെ കയറിപ്പോയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഈ ഒക്ടോബർ 7 വരെ അടി നിർത്തി വെച്ചിരിക്കുകയാണ് എന്ന് വേറൊരു വാർത്തയുണ്ട്. അതായത് അവരുടെ വിശുദ്ധ ദിവസമാണ്, അവരുടെ ഇസ്രായേലിൻ്റെ പുതുവത്സരമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ സാബത്ത് അങ്ങനെ എന്തോ പറഞ്ഞൊരു വ്രതമൊക്കെ ഉണ്ട് അവർക്ക്. അങ്ങനെയുള്ള സമയത്ത് അവർ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും നടത്തില്ല. ഇങ്ങോട്ടടിച്ചാൽ അത് പ്രതിരോധിക്കും, തിരിച്ചടിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ പുതിയ പോർമുഖങ്ങളൊന്നും തുറക്കില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് ഒക്ടോബർ 7 കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പം ശരി.